ശനിയാഴ്ച ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരമാണ് പ്രധാനപ്പെട്ട വാർത്ത കൂടി വന്നത്. സുപ്രീം കോടതിയുടെ അനുമതി ആഗോള അയ്യപ്പ സംഗമത്തിന് ലഭിക്കുകയായിരുന്നു. അതായത് സർക്കാരിന് ഒന്ന് ഓർത്തു നോക്കൂ വിനിഷ, ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി, അവർ അതിന്റെ ഭാഗമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകമറിയുന്ന ക്ഷേത്രം എന്ന നിലയിൽ ശബരിമലയെ മുൻനിർത്തി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ശബരിമലയുടെ വികസനം, ശബരിമലയുടെ ഭാവി, നമ്മൾ ചെയ്യേണ്ട പദ്ധതികൾ. അതെ, കാരണം ഒരു കഴിഞ്ഞ വർഷകാലത്തിലൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞ മണ്ഡലകാലം ഏത് രീതിയിലാണ് പൂർത്തിയാകിയത് എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ അവിടെ എത്തുന്ന ഭക്തർക്ക് കൂടുതൽ ലഭ്യമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. അന്ന് തന്നെ പറഞ്ഞത് മന്ത്രി വി എൻ വാസവനൊക്കെ നമ്മളോട് പലതവണ മണ്ഡലകാലത്ത് സംസാരിച്ചപ്പോൾ കാര്യങ്ങളൊക്കെയാണ് മിനിസ്റ്റർ എടുത്തു പറഞ്ഞത്. മുന്നോട്ട് ഭക്തരുടെ അവിടെ ചെന്ന അയ്യപ്പനെ തൊഴാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, കൂടുതൽ സൗകര്യങ്ങൾ, ഒരു പരാതികളില്ലാത്ത പരാതിരഹിതമായ ഒരു മണ്ഡലകാലം. ശബരിമല ദർശനം എന്ന് പറയുന്നത് പലർക്കും വിശ്വാസപ്രകാരം വളരെ പ്രിയപ്പെട്ടതാണ്. അതിനെ ആ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് കൃത്യമായ സൗകര്യങ്ങൾ അവിടെ കൂടുതലായി ഏർപ്പെടുത്തുക, ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അതിലാണ് രാഷ്ട്രീയം ആരോപിച്ചുകൊണ്ട്. ദർശനം മാത്രമല്ല, ശബരിമലയുടെ വലിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അതായത് ഇപ്പോൾ ശബരി റെയിലിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ റോപ്പ് വേ നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന വലിയൊരു വികസന പദ്ധതി സർക്കാരിന് മുൻപിലുണ്ട്. വനത്തിനകത്തായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഇതൊക്കെ നടപ്പിലാക്കുന്നതിന്. പക്ഷേ എങ്കിൽ പോലും ഇതൊക്കെ ഏകദേശം നടപ്പിലാക്കുന്നതിന് ഒരു വക്കിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് സർക്കാർ പോകുന്നത്. അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം തീരുമാനിക്കുന്നത്. പക്ഷേ അപ്പോൾ ചിലർ അവിടെ ഒരു സുവർണ അവസരം കാണുകയാണ്. കാരണം അയ്യപ്പന്റെ പേര് കേട്ട ഉടനെ ചിലർ ചാടി വീഴുകയാണ്, സുവർണ അവസരം ലക്ഷ്യമിട്ടുകൊണ്ട്. വലിയ വിമർശനമായി ഇതായി പിന്നെ നമ്മൾ കണ്ടതാണല്ലോ, പുകിലായി ഹൈക്കോടതിയിലേക്ക് പോകുന്നു. കോടതി പറയുന്നു സർക്കാരിന് അയ്യപ്പ സംഗമം നടത്താമെന്ന്. അവിടെ തീർന്നില്ല, നേരെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതിയും പറയുന്നു സർക്കാരിന് അയ്യപ്പ സംഗമം നടത്താം. ഒരു ദിവസത്തെ സംഗമത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര ആകുലതപ്പെടുന്നത് എന്നാണ് ഈ ഹർജിക്കാരോട് സുപ്രീം കോടതി ചോദിച്ചത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തിനാണെന്നേ ഈ ആകുലത? ദേവസ്വം ബോർഡാണല്ലോ ഈ പറയുന്ന ക്ഷേത്രങ്ങളുടെയൊക്കെ കസ്റ്റോഡിയൻ. അപ്പോൾ അവർക്ക് ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവകാശമില്ലേ, അധികാരമില്ലേ? ദേവസ്വം ബോർഡിന് അകമഴിഞ്ഞ പിന്തുണ നൽകുമ്പോൾ സ്വാഭാവികമായും സർക്കാർ അതിന് പിന്തുണ കൊടുക്കും. അതിനെന്താണ് ഇത്ര പ്രശ്നം? ആ ചോദ്യമാണ് ഇപ്പോൾ ഇന്നലെ സുപ്രീം കോടതി അടക്കം അതിന് ആ വരികൾക്കിടയിലൂടെ ഉത്തരവിൽ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും നമുക്ക് അവിടുത്തെ പറയട്ടെ. സുജു ടി ബാബു വരും നമ്മളോടൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് ഈ അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനായി. നോക്കാം എവിടം വരെ എത്തി നിൽക്കുന്നു അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങൾ എന്ന്. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ, മനു, ഗുഡ് മോർണിംഗ്. ഹെൽത്ത് ഓക്കെ ആയോ? കുഴപ്പമില്ല, പനിയൊക്കെ മാറി. ഓക്കെ, ഉഷാറായി. ഓക്കെ, അടിപൊളിയായിരിക്കുന്നു സുജി. ഏതായാലും ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത സ്ക്രീനിലേക്ക് വീണ്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ സുജുവിനെ സ്ക്രീനിൽ മിസ് ചെയ്തത്. സുജു തിരിച്ചെത്തുമ്പോൾ വളരെ ഗൗരവപ്പെട്ട വാർത്തയിലേക്കാണ് തന്നെ എത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കാൻ വേണ്ടി പോകുന്നു. ഇനി ഒരൊറ്റ ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. ശബരിമലയെക്കുറിച്ച് സുപ്രധാന ചർച്ചകൾ. ശബരിമല വരും കാലങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണം, അവിടെ ഏതൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തണം, ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി സന്നിധാനത്തെ മാറ്റാനുള്ള വലിയ ഇടപെടലുകളെക്കുറിച്ചുള്ള ആലോചനകളൊക്കെയാണ് ആ സംഗമത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. പല സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരടക്കം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം അതിൽ ഭാഗമാകുന്നു, വിദേശ പ്രതിനിധികൾ. അപ്പോൾ സുജു, എവിടം വരെ എത്തി നിൽക്കുന്നു ഒരുക്കങ്ങൾ? കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മനു, കാര്യങ്ങൾ വളരെ ഭംഗിയായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തെ ഒറ്റ വാക്കാൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും, വിശ്വ തീർത്ഥാടനത്തിന് വേദിയൊരുക്കലാണ് യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സംഗമം. ഇത് മന്ത്രി വി എൻ വാസവൻ്റെ വാക്കാണ്, വിശ്വ തീർത്ഥാടനത്തിന് വേദിയൊരുക്കൽ. ഈ മനുവും വിനീഷ് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ സൃഷ്ടിക്കാൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും BJPയും പ്രത്യേകിച്ച് സംഘപരിവാർ ഒരു ബദൽ അയ്യപ്പ സംഗമം തന്നെ നടത്താനുള്ള തീരുമാനത്തിലും അതുമായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് അത് ശബരിമലയുടെ ഭാവി വികസനത്തിന് അനിവാര്യമായ 3 ചർച്ചകൾ, അതാണ് ഏറ്റവും പ്രധാനമായും നടത്തേണ്ടത്. ഈ 20-ാം തീയതി, അതായത് ശനിയാഴ്ച, നാളെ കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 10:30 പമ്പയിൽ പ്രധാന വേദിയിൽ വെച്ച് ഇത് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യും. 3 വേദികളാണ് പ്രധാനമായി ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ 3 വേദികളിലും ഒരേ സമയത്ത് 3 ചർച്ചകൾ നടക്കും. അതിൽ പ്രധാനമായി ശബരിമല മാസ്റ്റർ പ്ലാൻ വികസനം, അതുപോലെ തന്നെ
സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട്, തീർത്ഥാടന കാലത്തെ സുരക്ഷയും തിരക്ക് നിയന്ത്രണവും എന്ന്, അതായത് ക്രൗഡ് മാനേജ്മെൻ്റ് ആണ് മൂന്നാമത്തെ വിഷയം. നമുക്കറിയാം മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ ഇതിനോടൊപ്പം തന്നെ നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്. 2016-17 മുതൽ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ 220 കോടി രൂപയാണ് സർക്കാർ ശബരിമലയുടെ വികസനത്തിനായി നൽകിയിരിക്കുന്നത്. മാസ്റ്റർ പ്ലാൻ പദ്ധതിക്കായി 83 കോടി രൂപയും സാനിറ്റേഷൻ സൊസൈറ്റിക്ക് വേണ്ടി 20 കോടി രൂപ, ഇടത്താവളം പദ്ധതികൾക്കായി 116 കോടി രൂപ, അങ്ങനെ കിഫ്ബി വഴി ഇതിനു പുറമെ ധാരാളം തുകയും സർക്കാർ നൽകുന്നുണ്ട്. ഇതെല്ലാം ഇടത്താവളങ്ങളുടെയൊക്കെ വികസനത്തിനായി വിനിയോഗിക്കുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി വരുന്നത്. അതായത് 25 വർഷം പൂർത്തിയാക്കുമ്പോൾ സ്വാഭാവികമായി ദേവസ്വം ബോർഡിന് അതിൻ്റെ അവകാശമുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് തന്നെ അതിൻ്റെ വരുമാനം മറ്റ് ക്ഷേത്രങ്ങൾക്കൊക്കെ വലിയ തരത്തിൽ ഉപകാരപ്പെടുന്നതുമാണ്. അതിൻ്റെ ഏറ്റവും പ്രൗഢിയുള്ള ക്ഷേത്രം എന്ന നിലയിൽ തന്നെ ആഗോള അയ്യപ്പ സംഗമം അതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് നടത്തുകയാണ്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ 3 പ്രധാനപ്പെട്ട ചർച്ച. 12 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട്. തീർച്ചയായിട്ടും വാർത്താ സമ്മേളനത്തിൽ വെച്ച് ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മന്ത്രി വ്യക്തമാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും മന്ത്രി സൂചിപ്പിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഭക്ഷണവുമായി ബന്ധപ്പെട്ട, അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട്, കാരണം 3000-ലേറെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. കേരളത്തിനുള്ളിൽ നിന്നും ഇന്ത്യക്കകത്തും വിദേശത്തുനിന്നുമായുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് മന്ത്രി സൂചിപ്പിച്ച പോലെ തന്നെ വിശ്വമാനവികതയുടെ അല്ലെങ്കിൽ വിശ്വ തീർത്ഥാടന കേന്ദ്രിതമായി ഒരുക്കാൻ തന്നെയാണ് ശബരിമല തയ്യാറാകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ശബരിമലയിൽ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ ഒരു തീർത്ഥാടനം മുമ്പോട്ട് പോയി എന്ന് പറയുമ്പോൾ പോലും എല്ലാ തീർത്ഥാടകരും ഒരുപോലെ യോജിക്കുന്ന ഒരു കാര്യമുണ്ട്. ശബരിമലയുടെ വികസനം ഇനിയും അനിവാര്യമാണ്. മാത്രമല്ല ക്രൗഡ് മാനേജ്മെൻറ്റ്, പ്രത്യേകിച്ച് തീർത്ഥാടന കാലത്തുണ്ടാകുന്ന വലിയ തിരക്ക്, ഇതൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ വലിയ മാറ്റം ആവശ്യമാണ്. അത്തരം ആ തീർത്ഥാടകരുടെയൊക്കെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സർക്കാരും ദേവസ്വം ബോർഡും കൂടെ, അതായത് എടുത്തു പറയേണ്ട ദേവസ്വം ബോർഡാണ് ഈ പരിപാടി നടത്തുന്നത്. പ്ലാറ്റിനം ജൂബിലി സർക്കാർ ഇതിന് എല്ലാ പിന്തുണയും നൽകുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളൊക്കെ പിന്തുണ നൽകിയിട്ടുണ്ട്. കോടതി ചോദിച്ചതുപോലെ എന്തിനാണ് ഇത് വിവാദമാക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും അറിയാത്തൊരു കാര്യം. പ്രത്യേകിച്ച് ഇന്നലെ പന്തളം കൊട്ടാരം ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിനും ബദൽ സംഗമത്തിനും പങ്കെടുക്കില്ല എന്ന്. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ചില അവ്യക്തതകൾ കാണും, അല്ലെങ്കിൽ വിയോജിപ്പുകൾ സർക്കാരിനോട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ അവർ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാരണമുണ്ട്. ആ കുടുംബത്തിൽ നിര്യാണം ഉണ്ടായതുകൊണ്ട് തന്നെ അത് മതപരമായി വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ പാലിച്ചുകൊണ്ട് ഇത്തരം ചടങ്ങുകൾ ഈ ഘട്ടത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. എന്നാൽ മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത പന്തളം കൊട്ടാരം വിട്ടുനിൽക്കും, പങ്കെടുക്കില്ല എന്ന വാക്കും വിട്ടുനിൽക്കും എന്ന വാക്കും തമ്മിലുള്ള അർത്ഥവ്യത്യാസം വലുതാണ്. കാരണം വിട്ടുനിൽക്കുമെന്ന് പറയുമ്പോൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് നമ്മൾ വിട്ടുനിൽക്കുന്നത്. പങ്കെടുക്കാത്ത വിവിധ കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കാനല്ല. അപ്പോൾ അത്തരത്തിൽ വാക്കുകളിൽ കൂടെ ഏതെങ്കിലും തരത്തിൽ ഇതിന് ഒരു അഭംഗി വരുത്താൻ ചില മാധ്യമങ്ങൾ പോലും ഗൂഢശ്രമം നടത്തുന്നു എന്ന് തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഏതായാലും സുപ്രീം കോടതി ഈ കാര്യത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സർക്കാരിന് പച്ചക്കൊടി വീശിയിരിക്കുകയാണ്. ഒരു പുതിയ തുടക്കമായിരിക്കും ശബരിമലയ്ക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മന്ത്രി വി.എൻ. വാസവൻ ശബരിമല പമ്പയിലേക്ക് പോകണം. ഞങ്ങളും ഈ പമ്പയിലെത്തിയ ശേഷം കൂടുതൽ വിശേഷങ്ങളുമായി ചേരാമെന്ന് വിശ്വസിക്കുന്നു. മനു, വിനീഷ. ഓക്കെ, താങ്ക് യു.